ജനാധിപത്യത്തിന്റെ മൂന്നാം തൂണായ നീതിപീഠങ്ങൾ നിഷ്പക്ഷതയുടെ പ്രതീകമാകേണ്ടവയാണ്. എന്നാൽ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ നിന്നും സമീപകാലത്തുണ്ടായ ചില വിധിന്യായങ്ങൾ വലിയ ചോദ്യചിഹ്നം ഉയർത്തുകയാണ്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ സനാതന ധർമ്മ പരാമർശം വംശഹത്യയ്ക്ക് തുല്യമാണെന്ന കഴിഞ്ഞ ദിവസത്തെ കോടതിയുടെ നിരീക്ഷണം കേവലം ഒരു നിയമ വ്യാഖ്യാനമല്ല, മറിച്ച് ജഡ്ജിയുടെ വ്യക്തിപരമായ പ്രത്യയശാസ്ത്രത്തിന്റെ കൃത്യമായ പ്രതിഫലനമായി വേണം നാം അതിനെ കാണേണ്ടത്. 2023 സെപ്റ്റംബറിലാണ് ഉദയനിധി സ്റ്റാലിൻ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ആ പരാമർശം നടത്തിയത്. അതിങ്ങനെയായിരുന്നു: ചില കാര്യങ്ങളെ എതിർക്കാൻ കഴിയില്ല, അവയെ ഉന്മൂലനം ചെയ്യപ്പെടണം. പകർച്ചപ്പനി, മലേറിയ, കൊറോണ എന്നിവയെ നമുക്ക് എതിർക്കാനാകില്ല, അതിനെ നശിപ്പിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ സനാതന ധർമ്മത്തെയും എതിർക്കുന്നതിന് പകരം അതിനെ ഉന്മൂലനം ചെയ്യണമെന്നാണ് ഉദയനിധി സ്റ്റാലിൻ അന്നു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം BJP നേതാവ് അമിത് മാളവ്യയുടെ കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഉദയനിധി സ്റ്റാലിന്റെ ഈ പരാമർശങ്ങൾക്കെതിരെ കടുത്ത നിരീക്ഷണം നടത്തിയത്. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം പേർന്ന ജസ്റ്റിസ് S. ശ്രീമതിയാണ് ഈ നിരീക്ഷണം നടത്തിയത്. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന ഉദയനിധിയുടെ വാക്കുകൾ കേവലമായ ഒരു രാഷ്ട്രീയ വിമർശനമല്ലെന്നും അതൊരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ള വെറുപ്പ് പ്രചരിപ്പിക്കലാണെന്നുമാണ് ഇവരുടെ നിരീക്ഷണം. ദ്രാവിഡ കഴകവും തുടർന്നു വന്ന ദ്രാവിഡ മുന്നേറ്റ കഴകവും 100 വർഷമായി ഹിന്ദുമതത്തിനെതിരായി അക്രമം നടത്തുന്നുണ്ട്. അതേ പ്രത്യയശാസ്ത്ര പരമ്പരയിൽപ്പെട്ട ആളാണ് ഉദയനിധി എന്നാണ് ജസ്റ്റിസ് S. ശ്രീമതി പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ജഡ്ജിയുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളോ പ്രത്യയശാസ്ത്രമോ ഒരു വിധിന്യായത്തിൽ ഇടം നേടരുതെന്ന് ചൂണ്ടിക്കാട്ടി DMKയും രംഗത്ത് വന്നിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് 69% സംവരണം ഉറപ്പാക്കിയ DMK കഴിഞ്ഞ 100 വർഷമായി ഹിന്ദു വിരുദ്ധമാണെന്ന് പറയാൻ എങ്ങനെ കഴിയുമെന്ന ചോദ്യമാണ് DMK ഉയർത്തുന്നത്. DMK മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വിമർശനം കോടതിയുടെ പക്ഷാപാതപരമായ നിലപാടുകളെ കുറിച്ചാണ്. GR സ്വാമിനാഥനെ പോലുള്ള ജഡ്ജിമാർ ഭരണഘടനാ വിരുദ്ധമായ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന വിമർശനം DMKയ്ക്ക് മുന്നേയുണ്ട്. തിരുപ്പറക്കുണ്ടം ദർഗയ്ക്ക് സമീപം ദീപം തെളിയിക്കാൻ അനുമതി നൽകിയതും വിരുദു നഗറിലെ BJP ഓഫീസ് വളപ്പിൽ സ്ഥാപിച്ച ഭാരത് മാതാ പ്രതിമ നീക്കം ചെയ്തതിനെതിരായിട്ടുള്ള കോടതി ഇടപെടലും ദളിതർ മതം മാറി വന്നാലേ സംവരണം നൽകാവുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും നീതിന്യായ വ്യവസ്ഥയുടെ മതേതര സ്വഭാവത്തിന് മങ്ങലേൽപ്പിക്കുന്നവയാണ്. നമ്മുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ സനാതന ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പുലർത്തിയ വ്യക്തിയായിരുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെ നിഷേധിക്കുന്ന ഒന്നാണ് സനാതന ധർമ്മമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം പ്രത്യയശാസ്ത്രങ്ങളെ വിമർശിക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. എന്നാൽ വിമർശനങ്ങളെ വിദ്വേഷ പ്രസംഗമായി വ്യാഖ്യാനിക്കുന്ന കോടതി നടപടി ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റം മാത്രമാണ്.